ലൂക്കോസ് 18-ന്റെ 1-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞിട്ട്. ഓക്കെ, ഇംഗ്ലീഷ് ബൈബിളിൽ അതിങ്ങനെയാ പറയുന്നത്. ആൻഡ് ഹി സ്പേക്ക് എ പാരബിൾ അൺടു ദം ടു ദിസ് എൻഡ് ദാറ്റ് മെൻ ought always to pray and not to faint. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു ഉപമ പറഞ്ഞു എന്നാണ് മലയാളം ബൈബിൾ പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് മനുഷ്യർ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് യേശു ഒരു ഉപമ പറഞ്ഞു. ഈ ഉപമയിൽ നിന്ന് ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥന എന്ന് പറയുന്നത് പാസ്റ്ററുടെ പണിയോ അച്ഛന്റെ പണിയോ ബിഷപ്പിന്റെ പണിയോ അല്ല. പ്രാർത്ഥന മനുഷ്യർക്ക് നിയമിച്ചിട്ടുള്ളത്. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടും. മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടത്, മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് യേശു ഒരു ഉപമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രാർത്ഥന അത്ര സുഖമുള്ള ഒരു കാര്യമല്ല. പ്രാർത്ഥന ഫേസ്ബുക്ക് നോക്കുന്ന സന്തോഷം ചിലപ്പം ആദ്യം തന്നെ, സീരിയൽ കാണുന്ന സന്തോഷം ഒരിക്കലും പ്രാർത്ഥിക്കാനിരിക്കാൻ തോന്നുന്നില്ല. നമുക്ക് എന്റർടൈൻമെന്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ബിക്കോസ് നമുക്ക് ഒന്നും ചെയ്യണ്ടല്ലോ, ചുമ്മാ കിടന്നുകൊണ്ട് ഇങ്ങനെ രസിച്ച് കാണുക. പക്ഷെ പ്രാർത്ഥനയിൽ ഒരു വ്യക്തി ഇൻവോൾവ് ആകണം. ഒരു വ്യക്തി ഇൻവോൾവ് ആകാതെ പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മടുപ്പുണ്ടാകും. പക്ഷെ ഉണ്ടാകുന്നവൻ പ്രാർത്ഥിക്കാതെ ഇരിക്കട്ടെ എന്ന് യേശു പറഞ്ഞിട്ടില്ല. അല്ല, മടുപ്പ് ഉള്ളപ്പം പ്രാർത്ഥിക്കണ്ട, മടുപ്പ് മാറി കഴിയുമ്പം പ്രാർത്ഥിക്കണമെന്നും എഴുതിയിട്ടുണ്ട്. മടുപ്പ് വരുമ്പോഴും മടുക്കാതെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ ഉപമ യേശു പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ മടുപ്പ് വരും. അപ്പുറത്തുള്ള ആളോടൊന്ന് കൈ കൊടുത്ത് പറ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ എന്നാ വരും? മടുപ്പ് വരും. മടുപ്പ് വരുമെന്നുള്ളത് കൊണ്ടാണ് യേശു ഈ ഉപമ പറഞ്ഞത്. മടുപ്പ് വരും, പക്ഷെ നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നിന്റെ മടുപ്പ് പ്രാർത്ഥിക്കാതെ ഇരിക്കാനുള്ള ഒരു കാരണമല്ല, നിന്റെ മടുപ്പിനെ നീ മടുപ്പിച്ചിട്ട് നീ പ്രാർത്ഥിക്കണം. ഇന്ന് പലരുടെയും ജീവിതത്തിൽ മടുപ്പൊരു കാരണമാണ് പ്രാർത്ഥിക്കാതിരിക്കാൻ. പക്ഷെ മടുപ്പും മന്ദതയും പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. പക്ഷേ മടുപ്പുള്ളപ്പം പ്രാർത്ഥിക്കാതെ ഇരുന്നോളാനല്ല യേശു പറഞ്ഞേ, മടുപ്പിനെ നീ മടുപ്പിച്ച്, മടുപ്പുള്ളപ്പം അതിനെ കൊടഞ്ഞു കളഞ്ഞ് പ്രാർത്ഥിക്കും. അതുകൊണ്ട് വചനം പറയുന്നേ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരാണ്. വീണ്ടും പറയാം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരാണ്. എന്തുകൊണ്ടാ പലരും പ്രാർത്ഥന കൂലിക്കാരെ ഏൽപ്പിക്കുന്നത്? ഏൽപ്പിക്കാനുള്ള കാരണം സ്വന്തമേ പ്രാർത്ഥിക്കാൻ മടുപ്പാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവന്റെ കയ്യില് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനിൽ തന്നെ ചെയ്തോളൂ, അടിച്ചോളൂ. ചിലർക്ക് പ്രാർത്ഥനയെ കുറിച്ച് ഭയങ്കര കാഴ്ചപ്പാടാണ്. ചില ദേവദാസന്മാരോട് പ്രാർത്ഥിക്കാൻ
പ്രാർത്ഥിച്ചാൽ അതിന് ഗുണമുണ്ടെന്ന് നിനക്കറിയാം, പക്ഷെ നീ ഇരിക്കത്തില്ലല്ലേ? തുടർന്ന് ഇപ്പൊ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല ഓക്കെ, പക്ഷെ ഇനി ബ്രദർ എന്നാ ചെയ്യണം? തുടർന്ന് ഈ വിഷയം വെച്ച് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. നമുക്ക് എല്ലാവർക്കും അറിയാം, കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച രാജേഷ് മാത്രം തോന്നും. പക്ഷെ നമുക്ക് കുത്തിയിരിക്കാനായിട്ട് സമയമില്ല, താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല, മടുപ്പാ. ഈ 4 ആഴ്ചകളിൽ പ്രാർത്ഥനയെ കുറിച്ച് വായിച്ച ഏതേലും ഒരു വാക്യത്തിൽ നീ പ്രാർത്ഥന വേറെ വല്ലവരെയും കൂലിക്കാരനെ ഏൽപ്പിക്കാനായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നോ? അല്ല. നീയൊക്കെ ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, എന്നെ കാണിക്കും. പുതിയ നിയമത്തിൽ ആകപ്പാടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അന്യോന്യം പ്രാർത്ഥിപ്പിക്കും. എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് വെച്ചാൽ, ഞാനിപ്പം രാജേഷ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ രാജേഷ് ബ്രദർ എനിക്ക് വേണ്ടി, അതിന്റെ പേരാണ് അന്യോന്യം പ്രാർത്ഥിക്കുക. ഭൂമിയിൽ 2 പേര് ഒരു മനസ്സോടെ ഒരു കാര്യത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ അത് നൽകപ്പെടും എന്നുള്ള ആ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്യോന്യം പ്രാർത്ഥിക്കുക. പക്ഷെ പ്രാർത്ഥന ഏൽപ്പിക്കുന്ന കാര്യം, കൊടുത്തേക്കാവുന്ന കാര്യം ബൈബിളിലില്ല. ബൈബിളിലില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തകളെ തകർക്കും, നിങ്ങളുടെ ചില കോട്ടകളെ തകർക്കും. പക്ഷെ അത് തകരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ആ കോട്ടയം വെച്ച് നിങ്ങൾ ജീവിതത്തിൽ എവിടെ എത്താൻ പോകുന്നില്ല. ഞാൻ വീണ്ടും പറയാം, ലോകത്തിലുള്ള ഏത് പാസ്റ്റർ പ്രാർത്ഥിച്ചു, ലോകത്തിലുള്ള ഏത് കൃപയുള്ള ദൈവദാസൻ പ്രാർത്ഥിച്ചു, നീയും നിന്റെ കുടുംബവും നിന്റെ മക്കളും പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെടത്തില്ല. നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. അയ്യോ, അപ്പൊ തോമസ് കുട്ടി ബ്രദറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നില്ലേ, തോമസ് കുട്ടി ബ്രദറിന്റെ മാർക്കറ്റ് പോകത്തില്ലേ? ഇല്ല. നിന്നെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുന്നതാണ് എന്നെ അയച്ചവന്റെ ദൗത്യം. എന്റെ മാർക്കറ്റ് കുറയത്തില്ല. അപ്പോൾ തന്നെ ദൈവദാസന്റെ റോൾ എന്താണ്? എന്തുകൊണ്ടാണ് അഭിഷക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത്? അതിലേക്ക് വരാം. പക്ഷെ അതല്ലായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഒരു മീറ്റിംഗിൽ വരുമ്പോൾ നമ്മളിവിടെ എത്ര സാക്ഷ്യങ്ങൾ കേട്ടു. ഒരു മീറ്റിംഗിൽ വരുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോൾ അഭിഷേകം നുകങ്ങളെ മുറിക്കുന്നത് കൊണ്ട് ആ ശുശ്രൂഷിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അഭിഷേകം ജീവിതത്തിലുള്ള ചില നുകങ്ങളെ മുറിക്കും, മാറ്റങ്ങൾ സംഭവിക്കും. ആ കിട്ടിയ വിടുതൽ നിലനിൽക്കണമെങ്കിൽ നിന്റെ പ്രാർത്ഥന ജീവിതം കൂടാതെ അത് നിലനിൽക്കത്തില്ല. ഇന്ന് ആത്മീക ലോകത്തിലുള്ള എല്ലാവരുടെയും ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, you are not ready to own up your life. ജീവിതത്തിന്റെ ചുമതല ഏറ്റെടുക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തില്ല. ഞാൻ ഇന്ന് 2-3 മർമ്മങ്ങൾ പഠിപ്പിക്കാം. ആ മർമ്മം ജീവിതത്തിൽ ഉപയോഗിച്ചാൽ
നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തെ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും തടസ്സം ചെയ്യാൻ പറ്റത്തില്ല. ഒരു വയറുവേദന ഇദ്ദേഹത്തിനുണ്ട് എന്ന് വെക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു അഭിഷേകത്തിന്റെ കീഴിൽ വരുമ്പോൾ ആ വയറുവേദന സൗഖ്യമാകും. ബിക്കോസ് അഭിഷേകം നുകങ്ങളെ മുറിക്കും. എങ്കിലും, ഒന്ന് പറഞ്ഞേ, എങ്കിലും ഈ വയറുവേദന ഉണ്ടാകാനായിട്ടൊരു കാരണമുണ്ട്. ആ കാരണം ശരിയാകാത്തിടത്തോളം കാലം ഈ വയറുവേദന പിന്നെയും വരും. ഞാനിപ്പോ പറഞ്ഞത് വയറുവേദന മാത്രമല്ല, ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും ഒരു കാരണമുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് വെറും ഒരു പരിഹാരം. ഇപ്പം കിട്ടണം, ഇപ്പം നടക്കണം, ഇപ്പം. ഞാനൊരു കാര്യം പറയാം. അത്ഭുതം എന്ന് പറയുന്നത് ഒരു പെയിൻ കില്ലർ പോലെയാണ്. മീറ്റിങ്ങിന് വരുമ്പോൾ, ഒരു ഭയങ്കര അഭിഷേകത്തിൽ ഇരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ തോന്നും, ഒത്തിരി കാര്യങ്ങൾ പിടികിട്ടും, ഒത്തിരി കാര്യങ്ങൾ ഉള്ളിൽ സംഭവിക്കും. പക്ഷെ തിങ്കളാഴ്ച രാവിലെ അത് തുടരണമെങ്കിൽ മക്കളെ, നിനക്ക് ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതം അത്യാവശ്യമാണ്. ഇന്ന് പലരുടെയും പ്രശ്നം, ഈ മീറ്റിംഗിൽ വരുമ്പോൾ ഭയങ്കര അനുഭവങ്ങളാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്ന വചനം എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നില്ല? നിങ്ങൾ കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രായോഗികമാകാത്തതിന്റെ കാരണം സ്വന്തമേ ഒരു പ്രാർത്ഥനാ ജീവിതമില്ല. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ, കറക്റ്റാ, നല്ലതാ, ശരിയാ, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്ഭുതങ്ങളെല്ലാം ഒരു വേദന സംഹാരി പോലെയാണ്. കുറച്ച് നേരത്തേക്കിന് വേദന മാറ്റിത്തരും. എങ്കിലും വേദന നിരന്തരമായി മാറണമെങ്കിൽ ഈ വയറ്റുവേദനയുടെ കാരണം എന്താണോ, ഈ വയറ്റുവേദനയുടെ കാരണം എവിടെയായിരിക്കുന്നത്? ദേവദാസന്റെ ഉള്ളിലാണോ ഇരിക്കുന്നത്, അതോ ഇദ്ദേഹത്തിന്റെ വയറ്റിലാണോ ഇരിക്കുന്നത്? ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചാൽ, നിന്റെ വയറ്റിലുള്ള വേദനയുടെ കാരണം വേറെ വല്ലവനും മരുന്ന് കഴിച്ചാൽ സൗഖ്യമാവുമെന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന അതാ. നമ്മൾ വിശ്വസിക്കുന്നത് എന്റെ വയറ്റിൽ വേദന ഉണ്ടാകുന്ന കാരണം വേറെ വല്ലവനും മരുന്ന് കഴിച്ചാല് മനസ്സിലാകുന്നു. സ്തോത്രം, മനസ്സിലാകുന്നു. സ്തോത്രം. മനസ്സിലായവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നം എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് പ്രശ്നത്തിന് മാറ്റം വരേണ്ടത്. ഈ ഉപമയിൽ ഒന്നാമത്തെ കാര്യം, പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ചില ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തെ, ഇതൊരു ഹൃദയത്തിൽ എഴുതപ്പെട്ട വചനമായി ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഉപമയിലെ ആദ്യത്തെ കാര്യമാണ്, അവിടെ ഒരു വിധവയുണ്ട്. രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 18-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ലൂക്കോസ് 18:2. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം, ഈ വിധവയ്ക്ക്, വിധവ എന്ന് പറയുമ്പോൾ തന്നെ ആരുമില്ല, ഭർത്താവില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു വിധവ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായം തേടാൻ അർഹതയുള്ള ഒരു വ്യക്തിയാണ്. എങ്കിലും
യേശു പറഞ്ഞ ഈ ഉപമയിൽ ആ വിധവ ആരുടെയും സഹായം തേടിയില്ല, നേരിട്ടാണ് രാജാവിന്റെ അടുക്കൽ പോകുന്നത്. ഈ സ്ത്രീ അഡ്വക്കേറ്റിനെ വിളിച്ചില്ല, ഈ സ്ത്രീ വേറെ ആരുടെയും സഹായം തേടിയില്ല, നേരിട്ട് കൈ കൊടുത്തു പറ, നിന്നെ നേരിട്ട് പ്രാർത്ഥിക്കാനാ യേശു വിളിച്ചിരിക്കുന്നത്. ആദ്യത്തെ കാര്യം, ഞാൻ ഇതിനകത്തൊരു ചിന്ത നിങ്ങളുടെ മുന്നിൽ പകരാൻ പോകുക. ഇതാണ് അടിസ്ഥാനം. എന്റെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയാം, ഇന്ന് പുതിയതായിട്ട് ഇവിടെ വന്നവരോടല്ല ഞാനിത് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം കാണും, അവർക്ക് അറിയത്തില്ല. ഞാനിത് പറയുന്നത് സ്നാനപ്പെട്ട് ദൈവസഭയിൽ ചേർക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നവരോടാണ് ഞാനിത് പറയുന്നത്. ഇത് പുതുതായിട്ട് വന്നവരെ അവർക്ക് പലതും അറിയത്തില്ല. അവർക്കൊരു പ്രാർത്ഥനയുടെ സഹായം വേണ്ടി വരും, ആവശ്യം വേണ്ടി വരും. അവരോടല്ല ഞാനിത് പറയുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ടതാ, ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ സഭയുടെ അംഗമാണ്, യേശു എന്റെ കർത്താവ് എന്ന് തിരിച്ചറിഞ്ഞവരോടാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ കാര്യം, പ്രാർത്ഥിക്കുന്നതിന് മുന്നേ നടക്കേണ്ട ആദ്യത്തെ കാര്യമാണ്, എന്റെ പ്രശ്നം എന്റെ പ്രശ്നമായി ഞാൻ അതിന്റെ ചുമതല ഏറ്റെടുക്കണം. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്, അതിന് ഞാനല്ല കാരണക്കാരൻ എന്ന് നീ പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരത്തില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി വരണോ? ആദ്യത്തെ മർമ്മമാ പറയുന്നത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരണോ? ഇന്ന് ജീവിതത്തിൽ ചിലതൊന്നും ശരിയല്ലല്ലോ. അതൊരു പക്ഷെ കുടുംബജീവിതമായിരിക്കും, ഒരു പക്ഷെ സാമ്പത്തികമായിരിക്കും, ഒരു പക്ഷെ നിന്റെ ആരോഗ്യം, ഏതായിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, സമാധാനമില്ലായിരിക്കും, സ്വസ്ഥതയില്ലായിരിക്കും. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം നിന്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യം, പ്രാർത്ഥിക്കുന്നതിന് മുന്നേ എന്റെ ജീവിതത്തിലെ ഈ പ്രശ്നത്തിന്റെ കാരണം ഞാനാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥന കേൾക്കപ്പെടത്തുള്ളൂ. ദൈവമാണോ നിനക്ക് വേണ്ടി തീരുമാനം എടുത്തത്? ദൈവമാണോ ലോൺ എടുത്തത്? ദൈവമാണോ നിന്നോട് പോയി ചാടാൻ പറഞ്ഞത്? തീരുമാനശേഷി നിങ്ങൾക്കും എനിക്കും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് നല്ല ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളുടെ ഇന്ന് ഉള്ള ജീവിതം ഇന്നലകളിൽ നിങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ റിസൾട്ടാണ്. നാളെ എന്റെ ജീവിതം എന്നായി തീരും ബ്രദറെ, ഇന്ന് നീ എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ നിന്റെ ജീവിതം വെളിപ്പെടാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയാം, ഇന്നലകളിൽ എടുത്ത തീരുമാനമാണ് ഇന്ന് നീ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യമായി കാണുന്നത്. നാളുകളിൽ നിന്റെ സാഹചര്യം മാറണോ? നിന്റെ തീരുമാനങ്ങൾ മാറാതെ സാഹചര്യങ്ങൾ മാറത്തില്ല. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അഹങ്കാരം. നിങ്ങൾ ഈ ബൈബിളിൽ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ വായിച്ച ചില വാക്യത്തിൽ തന്നെ അത് കണ്ടായിരുന്നു. അഹങ്കാരികളുടെ പ്രാർത്ഥന അവൻ കേൾക്കത്തില്ല. ഞാൻ എപ്പോഴും പറയാം, ഞാൻ ഈ പറയുന്ന വീണ്ടും കേട്ടോ, നിന്റെ ജീവിതത്തിൽ ചിലത് ആകപ്പാടെ കുളം തോണ്ടിയിരിക്കുക. നീ എത്ര കാലം പ്രാർത്ഥിക്കുന്നോ, ഇത് ആരോ ചെയ്തു, ആരൊക്കെയോ ഇതിന് കാരണക്കാര്, ദൈവം ഇതിന് കാരണക്കാര്, ഇതൊന്ന് മാറ്റിത്തരണമെന്ന് നീ പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെടത്തില്ല. ഈ സാഹചര്യത്തിന് ഞാൻ എടുത്ത ചില തീരുമാനങ്ങളാ കാരണമെന്നുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് നീ പ്രാർത്ഥിക്കുന്നോ, അന്ന് സ്വർഗം നിന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരും. അയ്യോ ബ്രദറിന് അറിയത്തില്ല, അവരും ഇവരും ഒന്നും നിന്റെ ജീവിതത്തെ തീരുമാനിച്ചല്ല, നീയാ നിന്റെ ജീവിതത്തെ തീരുമാനിച്ചത്.
അല്ല, ഒരു ഗ്രാം സ്വർണം അവർ കൊണ്ടുപോയി. ആ 1 ഗ്രാം സ്വർണം കൊണ്ടല്ല നീ ഈ സ്ഥിതിയിൽ എത്തിയത്. നിന്റെ ജീവിതത്തിൽ എടുത്ത തെറ്റായ തീരുമാനങ്ങളാണ് ഇവിടെ എത്തിച്ചത്. അപ്പം ആദ്യത്തെ കാര്യം, വിധവ, എനിക്കൊരു പ്രശ്നമുണ്ട്, ഒരു പുള്ളിക്കാരൻ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക, ആരും എന്നെ നോക്കുന്നില്ല, ആരും എന്നെ കാണുന്നില്ല, ഇത് ആരുടെയോ പ്രശ്നം, ഇത് സഭയുടെ പ്രശ്നം, ഇത് അവന്റെ പ്രശ്നം, ഇവന്റെ പ്രശ്നം എന്നല്ല സ്ത്രീ ചിന്തിച്ചത്. വിധവ തന്റെ പ്രശ്നം തന്റെ സ്വന്തം പ്രശ്നമായി ഏറ്റെടുത്ത് നേരിട്ട് രാജാവിന്റെ അടുക്കൽ പോയി. നിന്റെ ജീവിതത്തിൽ ചിലത് ശരിയല്ലേ? ആ ശരിയല്ലാത്തത് ആ സ്ഥിതിയിലാകാൻ എപ്പം നിങ്ങൾ ചിന്തിക്കുന്നു അതിന് കാരണക്കാരൻ ഞാൻ അല്ലെന്നുള്ളത്, നിന്റെ പ്രാർത്ഥന അഹങ്കാരത്തിന്റെ പ്രാർത്ഥന. പ്രാർത്ഥന കേൾക്കപ്പെടണോ? നമ്പർ 1, I should take responsibility for my life. I should take responsibility. ജീവിതത്തിന്റെ ചുമതല ഏറ്റെടുത്താൽ മാത്രമേ പരിശുദ്ധാത്മാവിന് കാണിച്ചു തരാൻ സാധിക്കത്തുള്ളൂ. മക്കളെ, നിനക്ക് എവിടെയാ അബദ്ധം പറ്റിയത്, ആ അബദ്ധം ഇനി മുന്നോട്ട് പറ്റാതിരിക്കാനായിട്ട് നിന്നെ നടത്താൻ അപ്പോഴേ പരിശുദ്ധാത്മാവിന് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മീറ്റിങ്ങിന് വരുമ്പോഴും ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിനക്ക് വേദന സംഹാരി പോലെ നിനക്ക് ചില ആശ്വാസം കിട്ടും. പക്ഷെ അത് പിന്നെയും തിരികെ വരുന്നതിന്റെ കാരണം, അതിന്റെ കാരണം മാറാത്തിടത്തോളം കാലം അത് പിന്നെയും വരും. യേശു പറഞ്ഞു, എന്റെ ഈ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ, ഞാൻ അതിനെ തന്നെ വേറെ രീതിയിൽ പറയാം, എന്റെ ഈ വചനം കേട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നവൻ, അവൻ പാറമേൽ വീട് പണിതവന് തുല്യമാണ്. അപ്പൊ ഇന്ന് വീട് നിൽക്കുന്നില്ല. കാറ്റടിക്കുമ്പോഴും മഴ പെയ്യുമ്പോഴും വീട് പിന്നെയും വീഴുക. വീടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിസിക്കൽ വീടല്ല പറയുന്ന, ജീവിതമായ വീട്ടിൽ പിന്നെയും അബദ്ധങ്ങൾ സംഭവിക്കുക, പിന്നെയും മാറ്റങ്ങൾ. 1 അടി മുന്നോട്ട് വെക്കുമ്പോൾ 2 അടി പുറകോട്ട് പോവുക. മൈ ഫ്രണ്ട്, നിന്റെ ജീവിതം വചനത്തേലല്ല പണിയപ്പെട്ടിരിക്കുന്നത്. നിന്റെ തീരുമാനങ്ങൾ വചനത്തേലല്ല എടുക്കപ്പെട്ടിരിക്കുന്നത്. വചനത്തേൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അനങ്ങത്തില്ല, അത് അനങ്ങത്തില്ല. Oh, I feel such a strong anointing in this place. I feel such a strong anointing in this place. So, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം പണിയണമെങ്കിൽ അവന്റെ കൂടെ ഇരിക്കണം, അവന്റെ മുഖം തേടണം, അവനോട് നീ സംസാരിക്കണം. എന്തെന്നാൽ നിന്റെ വയറ്റുവേദനയുടെ കാരണം നിന്റെ വയറ്റിനകത്തായിരിക്കുന്ന, നാട്ടുകാരന്റെ വയറ്റിലല്ല ഇരിക്കുന്നത്. നാട്ടുകാരെ മരുന്ന് കഴിപ്പിച്ച് നിന്റെ വയറുവേദനയുടെ കാരണം മാറത്തില്ല. എന്റെ ശബ്ദം കേൾക്കാവോ? കേൾക്കാമെന്ന് പറയുന്നവര് നല്ലല്ലോ പറഞ്ഞു. ഞാൻ മരുന്ന് കഴിച്ചാൽ അങ്ങേരുടെ വയറ്റുവേദനയുടെ കാരണം മാറത്തില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ വീഴ്ചയുടെ കാരണം നിന്റെ ജീവിതത്തിന്റെ അകത്തായിരിക്കുന്നത്, അത് മാറണമെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ദൈവദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്കും ഒരു സ്ഥാനമുണ്ട്. അതിന്റെ അപ്പുറം അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് ശുശ്രൂഷിക്കുന്ന ഈ തോസുട്ടി ബ്രദറിനും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു സ്ഥാനമുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിന്റെ അപ്പുറം പരിശുദ്ധാത്മാവിന് എന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ യു ഹാവ് ടു പ്രേ. നിങ്ങളുടെ വയറുവേദന പൂർണ്ണമായി മാറണോ? നിങ്ങളുടെ വയറ്റിനകത്താ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കേണ്ടി. എന്റെ വയറ്റിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടന്നാൽ എന്റെ വേദന മാറും, നിന്റെ വേദന മാറത്തില്ല. എന്റെ മേളിലുള്ള അഭിഷേകം ഒരുപക്ഷെ നിന്റെ വേദനയ്ക്ക് ശമനം കൊണ്ടുവരും,
പക്ഷെ ശമനം പൂർണ്ണമായി മാറണോ? ദൈവസന്നിധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിന്റെ ചുമതല നീ എടുക്കാവോ? എന്നിട്ട് പ്രാർത്ഥിക്കാവോ? നിന്റെ ജീവിതം മാറുമെന്ന് ഞാൻ അടിവരയിട്ട് പറയും. പക്ഷെ നിന്റെ ജീവിതത്തിന്റെ ചുമതല നീ ഏറ്റെടുക്കാത്തിടത്തോളം കാലം, എന്റെ ജീവിതത്തിലെ നല്ലതെല്ലാം ഞാൻ കാരണം, തെറ്റെല്ലാം വേറെ വല്ലവനെയും കാരണം, നീ ജീവിതത്തിൽ എത്ര കാലം പ്രാർത്ഥിച്ചാലും നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് ഉത്തരം വരത്തില്ല ഉടനെ. അതിനായി സ്തോത്രം. എന്നെ കാര്യം എന്നറിയാവോ? ഇന്നലെ നീ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം വന്നില്ല, ഇന്ന് നീ വീണ്ടും പ്രാർത്ഥിച്ചു, ഉത്തരം വന്നില്ല. നിന്റെ ജീവിതത്തിൽ നീ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലത്തേക്കാൾ ഇന്ന് നിന്റെ വിശ്വാസം കൂടും. ഇന്നലെ പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിച്ചു, ഉത്തരം വന്നില്ല. നാളെയും പ്രാർത്ഥിച്ചു, ഉത്തരം വന്നില്ല. നീ അറിയാതെ വേറൊരു കാര്യം സംഭവിക്കും. 3 ദിവസങ്ങൾക്ക് മുൻപേ നിനക്കുള്ള സഹനശക്തിയേക്കാൾ ഇപ്പൊ നിന്റെ സഹനശക്തി കൂടി. ദൈവരാജ്യത്തിൽ 2 കാര്യങ്ങളിലാണ് ഒരാളുടെ അനുഗ്രഹം ഇരിക്കുന്നത്: വിശ്വാസവും സഹനശക്തി. ഇത് രണ്ടും ഒരാളുടെ ജീവിതത്തിൽ ഡെവലപ്പ് ആകുന്നത് പ്രാർത്ഥനയിലാണ്. ഏത് പ്രാർത്ഥനയില്ല? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ. എപ്പോഴാ പ്രാർത്ഥനയിൽ മടുപ്പ് വരുന്നത്? പ്രാർത്ഥിച്ചതിന് മറുപടി ലഭിക്കാതെ വരുമ്പോൾ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനായി ഉപമ. എനിക്ക് ഉത്തരം വന്നില്ല, ഇല്ല, കീപ് പ്രേയിങ്. അയ്യോ മടുപ്പാ, ഇല്ല, കീപ് പ്രേയിങ്. ഞാൻ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു രാത്രി കൊണ്ട് മറുപടി വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്നിവിടെ കാണത്തില്ലായിരുന്നു. നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യവും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ലായിരുന്നു. ആർക്കും ശമ്പളമല്ല ഒരു വലിയ ജോലി ദൂരെ എറിഞ്ഞിട്ട് ചെന്നൈയിലുള്ള സ്വന്തം വീട് പൂട്ടിയിട്ട് ഞാൻ ഇവിടം വരെ വരത്തില്ലായിരുന്നു. പക്ഷേ എന്റെ ജീവിതത്തിൽ ചിലത് മാറാനായിട്ട് 6-7 വർഷങ്ങൾ എടുത്തു, പൂർണ്ണമായി മാറാനായിട്ട്. പക്ഷെ ആ 6-7 വർഷത്തിൽ എന്റെ വിശ്വാസം വർദ്ധിച്ചു, എന്റെ പരിജ്ഞാനം വർദ്ധിച്ചു, എന്റെ വെളിപ്പാട് വർദ്ധിച്ചു, എന്റെ സഹനശക്തി വർദ്ധിച്ചു. എനിക്കറിയാവുന്ന യേശു വ്യത്യസ്തനായി. ആർക്കും മനസ്സിലാകാത്ത ഒരു യേശുവിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആർക്കും മനസ്സിലാകാത്ത വചനം എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ആർക്കും പിടികിട്ടാത്ത ദൈവത്തിന്റെ ചില മർമ്മങ്ങൾ എനിക്ക് പിടികിട്ടാൻ തുടങ്ങി. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു കാണത്തില്ല, പക്ഷേ ചോദിച്ചാലോ നനച്ചാലോ പൈസ കൊടുത്താലോ കിട്ടാത്ത വിലപ്പെട്ട അഭിഷേകം എന്റെ ഉള്ളിൽ നിറയാൻ തുടങ്ങി. ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവദാസനായി പറയാം, നിങ്ങളുടെ സഹോദരനായി പറയാം, പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥന പോലും നിലത്ത് വീഴത്തില്ല. അതിന്റെ മറുപടി നീ കാണും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ. പക്ഷെ ഇന്നത്തെ തലമുറയുടെ പ്രശ്നം എല്ലാം ഫാസ്റ്റ് ഫുഡ് പോലെ വേണം. ചിലത് സംഭവിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കാനുള്ള ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്താൽ, നിങ്ങളുടെ സഹോദരനായി ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും നിലത്ത് വീഴത്തില്ല. ഈ ഭൂമിയിൽ വെച്ച് നീ അതിന്റെ മറുപടി കാണും. ഈ ഭൂമിയിൽ വെച്ച് നീ ആ പ്രാർത്ഥനയുടെ മറുപടി കാണും. പക്ഷെ ഒന്നാമത്തെ കാര്യം, ജീവിതത്തിന്റെ ചുമതല ആരേറ്റെടുക്കണം? ജീവിതത്തിന്റെ ഇന്നുള്ള താളപ്പിഴകളുടെ ചുമതല ഞാൻ ഏറ്റെടുക്കാത്തിടത്തോളം കാലം എന്റെ പ്രാർത്ഥന സ്വർഗം സ്വീകരിക്കത്തില്ല. എന്നാൽ എപ്പോൾ എന്റെ ജീവിതത്തിന്റെ താളപ്പിഴകളുടെ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ സ്വർഗം കാത്തിരിക്കും. അതുകൊണ്ട് ഇളയ മകൻ സുബോധം, അതാ ഞാൻ പറഞ്ഞേ, സുബോധം വരുന്നവന് മാത്രമേ ജീവിതത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ജീവിതത്തിന്റെ ചുമതല ഏറ്റെടുക്കാത്തവരോട് ഞാൻ പറയാം, നിനക്ക് സുബോധം വന്നിട്ടില്ല, അതാ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ട്
ലൂക്കോസ് 15 ഇളയ മകൻ അവന് സുബോധം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്റെ അപ്പന്റെ വീട്ടിൽ വേലക്കാർ ആഹാരം കഴിച്ച് ശേഷിപ്പിക്കുമ്പോൾ ഞാനോ ഇവിടെ പട്ടിണിയിൽ കിടക്കുന്നു. ആരാ കാരണക്കാരൻ? ഞാൻ പന്നിയുടെ ആഹാരം പോലും കിട്ടാത്ത അവസ്ഥയിൽ വരാനുള്ള കാരണക്കാരൻ ഞാൻ. ആഹാരമില്ലാതായ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കാനുള്ള കാരണക്കാരൻ ഞാൻ. എപ്പോൾ അവൻ അത് പറഞ്ഞോ, സ്വർഗം അവന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുക്കാൻ തുടങ്ങി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തിപരമായി സംസാരിക്കും. നീ പ്രാർത്ഥിക്കുമ്പോ എന്തോ ദൈവത്തിന് അബദ്ധം പറ്റിയ രീതിയിലാണ് നീ പ്രാർത്ഥിക്കുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോ ആർക്കൊക്കെയോ തെറ്റുപറ്റിയ രീതിയിലാണ് നീ പ്രാർത്ഥിക്കുന്നത്. നീ എന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലേലും നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയാം, നിന്റെ ജീവിതത്തിന്റെ താളപ്പിഴയുടെ ചുമതല നീ ഏറ്റെടുക്കാത്തിടത്തോളം കാലം നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കത്തില്ല. എന്റെ ജീവിതത്തിന്റെ താളപ്പിഴകളുടെ ചുമതല ഞാൻ ഏറ്റെടുത്തപ്പോഴാണ് സ്വർഗം എന്റെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയത്. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ എന്തിനാ എന്റെ സാക്ഷ്യം നിങ്ങളോട് പറയുന്നത്? തോസുട്ടി ബ്രദർ വലിയ മഹാനാണ് എന്ന് കാണിക്കാനല്ല, തോസുട്ടി ബ്രദറിന് പറ്റിയതായി പറയുന്നത്. പക്ഷെ ചിലരുണ്ട് അവരുടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വയറുവേദന മാറാൻ മാത്രം പ്രാർത്ഥിക്കാതെ എന്തുകൊണ്ട് വയറുവേദന ഉണ്ടാവുന്നു എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന വയറുവേദന എങ്ങനെയും മാറണം, വയറുവേദന എങ്ങനെയും മാറണം. മാറി പിന്നെയും വന്നു. വയറുവേദനയ്ക്ക് ശമനം പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാപ്പ എന്റെ ജീവിതത്തിൽ വയറുവേദന വരുന്നത്? ആ വയറുവേദനയുടെ കാരണം പിടികിട്ടിയാൽ, അത് പരിശുദ്ധാത്മാവ് പരിഹരിക്കാൻ നീ അനുവദിച്ചാൽ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ വയറുവേദന വരത്തില്ല. എന്തുകൊണ്ടാ വിടുതൽ തങ്ങാത്ത? എന്തുകൊണ്ടാ ബ്രേക്ക് ത്രൂസ് തങ്ങാത്ത? Because you are not accessible to the Holy Spirit. പരിശുദ്ധാത്മാവിന് നിന്നിൽ പ്രവർത്തിക്കാൻ നീ സ്ഥാനം കൊടുക്കത്തില്ല. പരിശുദ്ധാത്മാവ് ആരിൽ കൂടെയൊക്കെയോ നിന്റെ ജീവിതത്തിലേക്ക് പ്രവർത്തിച്ചോ. Sorry sir, your life is never going to change. Maybe you have so many people who preach that everything will change, just believe it. I am not into it. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാതെ വല്ലോനും പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് ചിന്തിക്കുന്നത്, ഇയാളുടെ വയറുവേദനയ്ക്ക് അയാൾ മരുന്ന് കഴിച്ചാൽ വേദന മാറുമെന്ന് പറയുന്നതിന് തുല്യ. It will not happen. ഒന്നാമത്തെ കാര്യം, own up your life. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ സ്ത്രീക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷെ ആ സ്ത്രീയുടെ കാര്യത്തിൽ അപ്പൻ പറഞ്ഞതാ, പിന്നെയും പ്രാർത്ഥിച്ചു. ഞാനതാ പറഞ്ഞേ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ, ഞാൻ ഇന്നും നിങ്ങളോട് പറയാം, പ്രാർത്ഥന ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു ആവശ്യം പറഞ്ഞായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ്. അത് വൺസ് ഡെവലപ്പ് ആകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കൂ. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാത്തിടത്തോളം കാലം എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒന്നും നിലനിൽക്കത്തില്ല. ഞാൻ വീണ്ടും പറയാം, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാത്തിടത്തോളം കാലം എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്തെല്ലാം മാറ്റം കൊണ്ടുവന്നാലും അതെന്റെ ജീവിതത്തിൽ തങ്ങത്തില്ല. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണോ, ഞാൻ പരിശുദ്ധാത്മാവിന് അവൈലബിൾ ആയിരിക്കണം. ആ അവൈലബിലിറ്റിയുടെ പേരാണ് പ്രാർത്ഥന. ഞാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നതിന്റെ പേരാണ് പ്രാർത്ഥന. മൂന്നാമത്തെ കാര്യം, ചിലർ പറയുന്ന, പ്രാർത്ഥിച്ചു മറുപടി കിട്ടിയില്ല. അതിനെ തന്നെ ഞാൻ തിരിച്ചു പറയാം, മറുപടി കിട്ടുന്ന അത്ര നീ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല.
ഇവർക്ക് ആർക്കും കത്തുന്നില്ലല്ലോ സജീവ് ബ്രദറെ. പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. ഞാൻ തിരിച്ചു പറയാം, മറുപടി കിട്ടുന്ന അത്രയും പ്രാർത്ഥന നീ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. മറുപടി കിട്ടുന്ന രീതിയിലുള്ള പ്രാർത്ഥന നീ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. ബിക്കോസ് ഏത് പ്രാർത്ഥനയ്ക്കും മറുപടി നൽകുന്നവനായ യേശു. ഇന്ന് താമസിച്ചാലും അത് ഉറപ്പായിട്ടും നാളെ വരും. അപ്പൊ യേശു പറയാ, ഇതുപോലെ ഒരുത്തം പോലും ഒരാള് വിടാതെ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി നൽകുമെങ്കിൽ രാവും പകലും തന്റെ മക്കളുടെ ശബ്ദം കേൾക്കുന്ന ദൈവം, നീതിയുള്ള ദൈവം, അതിന് പ്രതിക്രിയ നൽകാതെ ഇരിക്കുമോ? അതുകൊണ്ടാണ് വേറെടുത്ത് ഇങ്ങനെ പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി വിട്ടുതന്നവൻ അവനോടെ കൂടെ ബാക്കിയുള്ള സകലതും നൽകാതെ ഇരിക്കുമോ? ഇന്ന് പകൽ കണ്ണുകൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹൃദയ കുരുട്ട് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്റെ ധാർഷ്ട്യം എന്ന് മാറുന്നോ, അന്ന് നിനക്ക് നല്ല യേശുവിനെ കാണാൻ പറ്റും. ഇളയ മകന് സുബോധം വെച്ചപ്പോൾ അവന്റെ അപ്പന്റെ വലിപ്പം തിരിച്ചറിഞ്ഞു. പകൽ ഞാൻ ഇത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, there are some people here, you are trying to tell God, ദൈവം ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, തെറ്റിച്ചു പോയി, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. നിന്റെ ധാർഷ്ട്യമാണ്. നിന്റെ ജീവിതത്തിൽ തന്ന ഇത്രയും നന്മകൾ നിനക്ക് കാണാൻ സാധിക്കുന്നില്ല. കിട്ടാത്ത 2 സാധനത്തിന് വേണ്ടി. അതിനും കാരണമുണ്ട്. കിട്ടാത്തത് ചുമ്മാതല്ല. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രാർത്ഥന ആവശ്യങ്ങളില്ല. ഭൗതികമായി, ആത്മീകമായി എനിക്കുണ്ട്. ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഐ ഹാവ് മോർ ദാൻ എനഫ്. എന്നെ ബെസ്റ്റായിട്ട് അപ്പം നടത്തുന്നത്, ഒരു കുറവില്ല. ചങ്ക കൈവച്ച് പറയാം, എന്റെ ജീവിതത്തിന്റെ ചുമതലക്കാരൻ ഞാനാണ്. ജീവിതം മാറണോ, നീ ആ ചുമതല എടുക്കേണ്ടി. ജീവിതം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണോ, നീ ആ പ്രാർത്ഥിക്കേണ്ടി. പ്രാർത്ഥിച്ചു, നടന്നില്ല, നടക്കുന്നത്ര നീ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ച് കിട്ടിയില്ല, കിട്ടുന്ന രീതി നീ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു ടേം പറയും, പുഷ്, പ്രേ until success happens. വിജയം വരുന്നിടം വരെ മടുക്കാതെ പ്രാർത്ഥിക്കും. ഇന്ന് പകൽ സഭയുടെ മേളിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് ഒഴുകി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിജയം വരുന്നിടം വരെ keep praying. പ്രാർത്ഥിക്കാത്ത മാതാപിതാക്കന്മാരോട് ഞാൻ പറയാം, നീ ഉണ്ടാക്കുന്ന ഒന്നും അനുഭവിക്കാൻ ചിലപ്പോൾ നിന്റെ കൊച്ചു കാണത്തില്ലായിരിക്കും. മാർക്ക് മൈ വേർഡ്സ്. നീ ഇങ്ങനെ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഓർത്തോണം, നീ ഉണ്ടാക്കുന്നതൊന്നും അനുഭവിക്കാൻ അവസാനം മക്കള് കാണത്തില്ല. പ്രാർത്ഥിക്കാൻ സമയമില്ല, മീറ്റിങ്ങിന് വരാൻ സമയമില്ല, ഭയങ്കര തിരക്കായിരിക്കും. ഈ തിരക്ക് പറയുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് പറ, ഒരു ദിവസം ഇതേ ഫോൺ സംസാരിക്കുന്ന വിട്ടേ, ഒരു കോള് വന്നു അറ്റൻഡ് ചെയ്ത് അത് വിട്ടേ, അതല്ലാതെ ഈ സുനാപ്പിയുടെ കൂടെ ചെലവാക്കുന്ന സമയം ഓരോ ദിവസവും എത്രയുണ്ടെന്നുള്ളത് നീ തന്നെ മനസാക്ഷിക്ക് വിരോധമില്ലാതെ നിന്നോട് തന്നെ ഒന്ന് പറഞ്ഞേ. ആ സമയം നിനക്ക് എവിടുന്നാ മോനെ കിട്ടുന്നത്? ആ സമയം നിനക്ക് എവിടുന്നാ കിട്ടുന്നത്? നിന്റെ തിരക്കിനിടയ്ക്ക്. പക്ഷെ പ്രാർത്ഥിക്കാൻ സമയമില്ല, മീറ്റിങ്ങിന് വരാൻ സമയമില്ല.
അതിന്റെ പേരാണ് ധാർഷ്ട്യം. നമുക്ക് ഫേസ്ബുക്ക് കാണാൻ സമയമുണ്ട്, യൂട്യൂബ് കാണാൻ സമയമുണ്ട്, സീരിയൽ കാണാൻ സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാൻ മാത്രം നമുക്ക് സമയം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. ആ പോകുന്ന ഇങ്ങോട്ടാണ്, അത് ഇങ്ങോട്ട് ഇതിലേ പോകുന്നത്. ഈ ഒരു സാധനത്തില സമയം മൊത്തം പോകുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, എല്ലാവരും മൊബൈലിൽ നിന്നൊരു ഫാസ്റ്റിംഗ് നടത്തി നോക്കി. എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? എന്തൊരു മനസ്സമാധാനം, എന്തൊരു സന്തോഷം, എന്തൊരു ആനന്ദം. 3-4 മണിക്കൂർ മൊബൈൽ മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്തൊരു ആനന്ദം. പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. സോ കീപ് പ്രേയിങ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസത്തെ അത് വർദ്ധിപ്പിക്കും. പ്രാർത്ഥിച്ചേ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ പോയപ്പോൾ എനിക്ക് ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായില്ല പ്രിയപ്പെട്ട. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ അപ്പായെ സ്തുതിക്കുക. ഒറ്റ രാത്രി കൊണ്ട് അത് ഉണ്ടാകാത്തതിനായി ഞാൻ സ്തുതിക്കുക. എന്താണെന്നറിയാമോ? അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു നല്ല അപ്പനെ പിടികിട്ടിയത്. അത് മാറാനാ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാളെ പരിചയമായി, പിടികിട്ടി. അതുകൊണ്ട് ആ സമയത്ത് അഭിഷേകം അകത്ത് വരാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്ന വെളിപ്പാടുകളെല്ലാം ഡെപ്പോസിറ്റ് ആകാൻ തുടങ്ങിയ സമയമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഒരു കാര്യം ജീവിതത്തിൽ നടന്നില്ല എന്നുള്ളത് പ്രാർത്ഥിക്കാതെ ഇരിക്കാനുള്ള കാരണമല്ല, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള കാരണമായി തീരട്ടെ. ചിലത് എൻ്റെ ജീവിതത്തിൽ മാറിയിട്ടില്ല, പക്ഷെ അത് തന്നെ ആയിരിക്കണം ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള കാരണം. ചിലത് എൻ്റെ ജീവിതത്തിൽ മാറിയിട്ടില്ല, പക്ഷെ ഞാനത് മാറുന്നിടം വരെ എൻ്റെ അപ്പന്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കും, എൻ്റെ അപ്പന്റെ കൂടെ പ്രാർത്ഥിക്കും. ആ കാര്യം മാറുന്നേ, മാറും, ഉറപ്പാണ്, മാറിയിരിക്കും നിശ്ചയം. മാതാപിതാക്കന്മാരോട് പറയാം, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് അറിയാവുന്ന യേശുവിനെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന യേശുവിനെ മാത്രമേ നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറയുന്ന യേശുവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായ യേശുവിനെ നിങ്ങൾക്ക് അനുഭവിക്കും. ഞാൻ ആ പറഞ്ഞ 3 സെന്റൻസും വളരെ ഡീപ്പായിട്ട് ആഴമുള്ള അർത്ഥമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായ യേശുവിനെ മാത്രമേ എനിക്ക് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ യേശുവിനെ മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരാളെ മനസ്സിലാക്കണോ? വ്യക്തിപരമായ ബന്ധം വേണം. എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് നല്ലതാ, പക്ഷെ കേൾവി ജ്ഞാനം കൊണ്ട് ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാകത്തില്ല. യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിം ഫുള്ളി. യു നീഡ് ടു ഹാവ് എ റിലേഷൻഷിപ്പ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു. നിങ്ങളുടെ സ്വഭാവം ഏറ്റവും കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന 2 കൂട്ടരെ പറഞ്ഞു. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന 2 കൂട്ടരെ പറഞ്ഞു. മക്കളും ഭർത്താവും. ഒന്ന് കൈതട്ടിക്കുക. സ്തോത്രം. നിങ്ങളെ കുറിച്ച് വെളിയിൽ എന്നാ അഭിപ്രായം ഉണ്ടെങ്കിലും ഏറ്റവും കറക്റ്റായിട്ടുള്ള അഭിപ്രായം ആരുടെ ആയിരിക്കും? മക്കളും ഭർത്താവും. ഇവിടെ നമ്മുടെ ഒരു ബ്രദർ പറയുന്നു ഭാര്യ. കറക്റ്റ് ആയിരിക്കുമോ? ആണോ ഇല്ലയോ? പറ. നമുക്കത് ഇഷ്ടപ്പെടത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ കറക്റ്റായിട്ട് നമ്മുടെ സ്വഭാവം പറയുന്ന ആരായിരിക്കും? ഭർത്താവും ഭാര്യയും പിന്നെ മക്കൾ. ചോദ്യം, എന്തുകൊണ്ട് ബാക്കി ആർക്കും പറയാൻ സാധിക്കാത്ത നമ്മുടെ സ്വഭാവം അവർക്ക് പറയാൻ പറ്റുന്നു? ഏറ്റവും കൂടുതൽ സമയം
അത്രയും കാര്യം യേശുവിന്റെ കൂടെ ചെയ്യുന്നതിന്റെ പേരാ പ്രാർത്ഥന. നിങ്ങൾ പ്രത്യേകിച്ച് ഭാര്യയോടോ മക്കളോടോ അല്ലെ ഭർത്താവിനോടോ വിളിച്ചിട്ട് പറയാനുള്ള എന്നെ ഒന്ന് മനസ്സിലാക്കൂ, ഞാനിപ്പോ കുറച്ചു നേരം ഇരിക്കാൻ പോവാ, എന്നെ ഒന്ന് മനസ്സിലാക്കി എന്ന് പറയാറുണ്ടോ? അതൊക്കെ തന്നെ. അതുപോലെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നതിനെ ഒരു പൊറോട്ട ആക്കാതെ, ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും കൂടെ സമയം ചെലവാക്കുന്നത് പോലെ തന്നെ ആത്മാവായി സാക്ഷാൽ ദൈവം നിന്റെ കൂടെ പരിശുദ്ധാത്മാവായി വസിക്കുമ്പോൾ അവന്റെ കൂടെ സംസാരിക്കുന്ന ഇരിക്കുന്ന ഒരു ഞരക്കം പോലും അവന്റെ കൂടെയാണോ പ്രാർത്ഥന? നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ ഭർത്താവിനും മക്കൾക്കും നമ്മളെ മനസ്സിലാകാനുള്ള കാരണം അവരുടെ കൂടെയാണ് നമ്മൾ സമയം ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത്. അതുപോലെ തന്നെ യേശുവിനെ മനസ്സിലാകുന്നതിലാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജീവനും എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള ഈ ഭൂമിയിലുള്ള ആവശ്യങ്ങൾ, ജീവനും ഭക്തിക്കും ആത്മീകമായിട്ട് വേണ്ടിയുള്ളത്, ഭൗതികത്തിനും ആത്മീകത്തിനും വേണ്ടിയുള്ള മുഴുവനും, ജീവനും ഭക്തിക്കും വേണ്ടിയുള്ള മുഴുവനും നൽകപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ അതെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് എന്നെ വിളിച്ച ആ മഹത്വം ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. നമ്മുടെ ജീവിതം നന്നാകാനായിട്ടുള്ള വഴിയാണ് ഞാൻ ഈ പറയുന്നത്. വേദന സംഹാരി നമ്മുടെ ജീവിതത്തെ ഒരിക്കലും നന്നാക്കത്തില്ല. എൻ്റെ ഉള്ളിൽ വേദന സൃഷ്ടിക്കുന്ന ആ കാരണത്തെ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യാൻ ഞാൻ സമ്മതിച്ചാലേ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ നമ്മൾ കൂടെ ഇരിക്കും. അതാ പ്രാർത്ഥന. ചിലപ്പം ഒരു വിഷയത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ഇരിക്കുന്നത്, സാരമില്ല. ആ വിഷയം, ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള ചില ഇന്നത്തെ വിഷയങ്ങൾ അത് നല്ലതാണ്, അതിനെ ഒരു നന്മയായി കണ്ടേ, അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്നതിന് പകരം നമ്മളെ അത് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരട്ടെ. നമുക്ക് മടുപ്പ് കൊണ്ടുവരുന്നതിന് പകരം നമുക്ക് ആ യേശുവിന്റെ അടുക്കിലോട്ടൊന്ന് പോകാം. ഏത് സമയത്തും കൃപാസനത്തിന്റെ അടുക്കിലേക്ക്. ഞാനിന്ന് നിങ്ങൾക്ക് അടിവരായിട്ട് പറയാം, എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും, നിങ്ങൾക്ക് അപ്പന്റെ അടുക്കൽ പോകാൻ വേറൊരു കൂലിക്കാരന്റെ ആവശ്യമില്ല, വാടക ഗുണ്ടയുടെ ആവശ്യമില്ല. നീ അപ്പാന്ന് വിളിച്ചാൽ ആ നിമിഷം മോനേന്ന് തിരിച്ച് വിളിക്കുന്ന കൊതിക്കുന്ന ഒരപ്പനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആ ഇളയ മകൻ സുബോധമുണ്ടായി അവൻ ദൂരെ വരുമ്പോൾ തന്നെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവൻ ഉമ്മ നൽകിയ ഒരു നല്ല അപ്പനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആ അപ്പനെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ എനിക്ക് പരിചയമുണ്ട്. 15 വർഷങ്ങൾക്ക് മുൻപേ പന്നിക്കുഴിയിൽ നിന്ന് കയറി വന്ന അപ്പാ, നിന്നെ വിളിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ നൽകിയ ഒരു അപ്പനെ എനിക്ക് പരിചയമുണ്ട്. ഈ വർഷങ്ങളെല്ലാം എന്നെ നടത്തിയ ഒരു അപ്പനെ എനിക്ക് പരിചയമുണ്ട്. എവിടെ ഞാൻ തകർന്നു പോകുമെന്ന് ചിന്തിച്ചോ, എവിടെ എന്റെ ജീവിതം അവസാനിക്കുമെന്ന് ചിന്തിച്ചോ, എന്റെ ജീവിതം പോലും നിലനിർത്താൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ചോ, എന്റെ ജീവിതത്തെ നിലനിർത്തുക മാത്രമല്ല, ഇന്ന് ഞാൻ മുഖാന്തരം ഒത്തിരി പേരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന ലെവലിലേക്ക് എന്നെ ഉയർത്താൻ അവനെ കൊണ്ട് സാധിക്കുമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. എത്ര പേരൊരു തീരുമാനം എടുക്കും? മടുത്തു പോകാതെ എന്റെ ജീവിതം മാറുവോളോ, എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവോളോ, എന്റെ ജീവിതത്തിൽ ഞാൻ നന്മ കാണുവോളോ, എന്റെ ജീവിതം തിരിഞ്ഞു വരുവോളോ, എന്റെ മക്കളുടെ ജീവിതം മാറി വരുവോളോ ഞാൻ പ്രാർത്ഥിക്കാൻ മടുക്കത്തില്ല. ഞാൻ അവന്റെ കൂടെ ബന്ധം പുലർത്തുന്നവനായിരിക്കും. ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ചാടിയെടുക്കാം, പ്രാർത്ഥിക്കാം. നിറയ്ക്ക എന്നെ
ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില പ്രയാസങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ മാറാതെ ഇരിക്കുന്ന ചില കാര്യങ്ങൾ, അതിനെ മടുപ്പിക്കാനുള്ള ഒരവസരമായിട്ട് കാണാതെ ആ മടുപ്പിനെ കുടഞ്ഞു കളഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത് തന്നെ എൻ്റെ അപ്പനുമായിട്ട് എനിക്കൊരു പ്രേമ ബന്ധത്തിൽ എത്തുന്ന ഒരവസരമായി ഞാൻ ഇതിനെ കാണാൻ പോകുകയാണെന്നൊരു തീരുമാനമെടുത്തു. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നോളും ഞാൻ വിടാൻ പോകുന്നില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ചിലരെ ആഗ്രഹിക്കുക. He wants to hear your voice. നിന്റെ ശബ്ദം കേൾക്കാൻ അവൻ ആഗ്രഹിക്കുക. എന്റെ അപ്പ എന്ന് വിളിച്ചാൽ മോനെ എന്ന് തിരിച്ചു വിളിക്കുന്ന, മോളെ എന്ന് തിരിച്ചു വിളിക്കുന്ന ഒരു നല്ല അപ്പനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. തോമസുട്ടി ബ്രദറിന് പ്രത്യേക 2 കൊമ്പില്ല, തോമസുട്ടി ബ്രദറിന് പ്രത്യേക സിദ്ധിയില്ല. തോമസുട്ടി ബ്രദറിന്റെ മേളിൽ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം നിന്നെ അവനിലേക്ക് നടത്താനുള്ള അഭിഷേകം. ആ അഭിഷേകത്തിന്റെ പ്രത്യേകത അവന്റെ സ്ഥാനത്തെ മാറ്റാനല്ല, അവനിലേക്ക് നിന്നെ നയിക്കാനാണ് അഭിഷേകം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനം എടുക്കാവോ? ഇന്ന് കേൾക്കുന്ന ഈ വചനം, ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഈ ഉത്സാഹം നാളെ രാവിലെ തങ്ങി നിൽക്കും, ചൊവ്വാഴ്ച തങ്ങി നിൽക്കും, ബുധനാഴ്ച തങ്ങി നിൽക്കും, വ്യാഴാഴ്ച തങ്ങി നിൽക്കും. അടുത്ത ഞായറാഴ്ച വരാൻ കൊതി വരും. അടുത്ത ഞായറാഴ്ച വരാൻ കൊതി വരൂ. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ വരുന്നതെന്നറിയാവോ? പറക്കുന്ന പറവ പോലെ, പറക്കുന്ന പറവ പോലെ പറന്നു വരുന്ന അനുഭവം. അതുകൊണ്ട് ദൈവവചനം പറയുന്നേ, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവർ പുതുബലം പ്രാപിച്ച് കഴുകുകളെ പോലെ ചിറകുകൾ അടിച്ച്, കഴുകുകളെ പോലെ ചിറകുകൾ അടിച്ച് യൗവനം പുതുക്കി. അപ്പുറത്തോട് കൈയെടുത്ത് പറഞ്ഞ്, അടുത്ത ആഴ്ച വരുമ്പോ നിങ്ങളെ കണ്ട നനഞ്ഞ കോഴി പോലെ ഇരിക്കരുതെന്ന് പറഞ്ഞു. കൈയെടുത്ത് പറ, അടുത്ത ആഴ്ച ഞാൻ കഴുകനായിട്ടാ വരുന്നേ, നിങ്ങളും അതുപോലെ വരണമെന്ന് പറ. ഹല്ലേലൂയ. കഴുകന്മാരെങ്ങനെയാണെന്നറിയാമോ? കഴുകന്മാര് പ്രശ്നത്തെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാമോ, കഴുകൻ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങാണ്ട് ഒരു വായിച്ചതാണ്. കഴുകൻ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കഴുകനെ ഈ കാക്ക ഇരുന്ന് കൊത്തിയെന്ന് വെച്ചോ, കഴുകനെ അത് പറയുന്ന കാക്കയ്ക്ക് പുള്ളി റെസ്പോണ്ട് ചെയ്യത്തില്ല, കാക്കയെ ഒന്നും ഡീൽ ചെയ്യത്തില്ല പുള്ളി. ഈ കാക്ക മോളിൽ കയറി വല്ലതും കൊത്തിയാല് പുള്ളി എന്നാന്ന് വെച്ചാൽ സിംപിളി മിണ്ടാതിരിക്കും. സിംപിളി യേശുവിന്റെ പോളിസിയാ, സിംപിളി മിണ്ടാതിരിക്കും. എന്നിട്ട് പുള്ളി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പുള്ളി നേരെ അങ്ങോട്ടൊരു ഫ്ലൈറ്റ് മേളിലോട്ട് അങ്ങ് പൊങ്ങും. അപ്പൊ ഈ കാക്ക ചിന്തിക്കുന്നേ, ഞാൻ കൊത്തിയിട്ട് ഇവനൊന്നും മിണ്ടിയില്ലെന്ന്. ഞാനൊരു കാര്യം പറയാം, ദൈവമക്കൾ മിണ്ടാതെ ഇരുന്നാൽ കൊത്തുന്നവന്റെ അധോഗതിയാണ്. പക്ഷെ ഈ കഴുകൻ എന്നായെന്നറിയാമോ? കഴുകൻ അങ്ങോട്ട് ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ മേളിലോട്ടാ. ഇവന്റെ ഈ കൊത്തൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഒരു ലെവല് കഴിയുമ്പം കാക്കയ്ക്ക് പറക്കാവുന്ന ഒരു ലെവലുണ്ട്. അവിടം വരെ പുള്ളിക്ക് കപ്പാക്കുറ്റിയുള്ളൂ ശ്വസിക്കാനായിട്ട്. കഴുകൻ വെറും സെക്കൻഡുകൾക്കുള്ളിൽ അതിന്റെ മേളിലോട്ട് കയറിപ്പോകും. കുറച്ച് മേളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് കൊത്തിക്കൊണ്ടിരുന്ന കാക്ക ആസ്മ പിടിക്കും. ശ്വാസം കിട്ടുന്നില്ല, ഓക്സിജൻ കിട്ടുന്നില്ല. പുള്ളിക്കാരൻ വലിവ് രോഗത്താൽ ബാധിക്കപ്പെടും. പുള്ളി വലിക്കാൻ തുടങ്ങും. അത് കഴിയുമ്പം പുള്ളി തന്നെ അവിടുന്ന് എടുത്ത് താഴോട്ടൊരു ചാട്ടം ചാടും. കഴുകൊന്നും ചെയ്യത്തില്ല. കഴുക് ഉന്നതങ്ങളിലേക്ക്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവൻ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ പ്രശ്നം മൂക്കും കുത്തി താഴോട്ട് പോകും. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഈ മട്ടൻ കടയിലും ചിക്കൻ കടയിലും ഒക്കെ ഈ ഇറച്ചിത്തുണ്ടിരിക്കുന്നിടത്ത്
നിങ്ങളവിടെ കാക്കയെ ഓടിച്ച കാക്ക പിന്നെയും വരുമോ ഇല്ലയോ? അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കൈ കൊടുത്ത് പറ, അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ പോ കാക്ക എന്ന് പറഞ്ഞാൽ ഒരു കാക്ക പോയിട്ട് 4 കാക്കയായിട്ട് വരും. പക്ഷെ പ്രാർത്ഥനയിൽ ഊറ്റിരിക്കാമെങ്കിൽ, നിന്റെ ലെവൽ മേളിലോട്ട് പോകുമെങ്കിൽ, നിന്റെ ഫ്ലൈറ്റ് മേളിലോട്ട് പോകുമെങ്കിൽ, 7 വർഷങ്ങളായിട്ട് എനിക്ക് മറുപടി ലഭിച്ചില്ല, പക്ഷെ എന്റെ ഫ്ലൈറ്റ് മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ലെവൽ ഉയർന്നപ്പോൾ പിശാചിനറിയാം ഇനി ഇവനെ തൊടാൻ സാധിക്കത്തില്ല എന്നുള്ളത്. നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രശ്നത്തോടല്ല നീ സംസാരിക്കേണ്ടത്, ദൈവത്തോടാ സംസാരിക്കേണ്ടത്. നിന്റെ പ്രശ്നത്തെ അല്ല നീ നോക്കേണ്ടത്, നിന്നെ വിളിച്ച അപ്പനെയാ നീ നോക്കേണ്ടത്. അങ്ങോട്ടൊന്ന് നോക്കിക്കേ, അങ്ങോട്ടൊന്ന് പറഞ്ഞേ. പ്രാർത്ഥനയിൽ ഊറ്റിരിക്കുന്നവൻ മേളിലോട്ട് പോകാൻ തുടങ്ങും. മേളിലോട്ട് പോകുമ്പോൾ ഇന്ന് നിന്നെ കൊത്തുന്ന കാക്കകളെല്ലാം താനേ താഴെ വീഴും. നീ അവരെ തപ്പിയ പോലും പിന്നെ നിന്റെ ജീവിതത്തിൽ കാണത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും എതിർത്ത് എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ ഞാൻ പിന്നെ തപ്പിയ അവരെ കാണത്തില്ല, അതുപോലെ മാറിപ്പോകും. You know why? Because the anointing will break the yokes. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണം ദൈവമക്കൾ ആഗ്രഹിക്കാൻ. എൻ്റെ പ്രാർത്ഥനയുടെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം. ഇതൊരു പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ കണ്ണുകളും അടച്ചു. ഇതൊരു പ്രാർത്ഥനയായി പ്രാർത്ഥിച്ചു. ഒറ്റ മിനിറ്റ് ഈ പാട്ടിന്റെ ഈ അടി പാടുമ്പോൾ നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രാർത്ഥിച്ച് ആ വ്യക്തിയുടെ പ്രാർത്ഥന ജീവിതം ബലപ്പെടുവാൻ. നിങ്ങൾ ഒരാൾക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയോട് ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ പറയണം. 30 സെക്കൻഡ് നിങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് 30 സെക്കൻഡ് ആ വ്യക്തിയോട് ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എൻ്റെ പ്രാർത്ഥന ജീവിതം ബലപ്പെടാൻ, എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ, എനിക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ, എനിക്ക് യേശുവുമായിട്ടൊരു ബന്ധമുണ്ടാകാനായിട്ട്. അന്ന് അപ്പുറത്തുള്ള ആളോട് പറഞ്ഞ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഈ പാട്ടിന്റെ ഈ അടി ഒറ്റ അടി നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു എന്റെ മഹാപുരോഹിത. Pray for each other. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചു. ഓർപ്പിക്കെന്നെ നാദാ ക്രിസ്ത്യൻ മഹത്വ. Father, we love you. Thank you for your presence. Fill everyone with the spirit of prayer. Fill everyone, the Holy Spirit, with the spirit of prayer. ഉറപ്പിക്കെന്നെ നാദാ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുക. ആത്മമണ്ഡലത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും. Come on, പ്രാർത്ഥിച്ചേ. We're going to pray. We're going to pray. We're going to pray. Such a strong anointing in this place.
Such a strong anointing in this place. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് എല്ലാ ആഴ്ചയിലും പോലെ ഒരു മീറ്റിംഗ് കൂടി ഞാനും പോയി. It's up to you, sir. Whether you want to remain at the ground level or whether you want to fly high, it's up to you. ഇന്നൊരു തീരുമാനം നീ എടുത്താൽ ഞാൻ നിനക്ക് ദൈവദാസനായ ഒരു ഉറപ്പ് പറയാം. 5 വർഷം കഴിയുമ്പോൾ നിന്റെ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് നീ കാണുന്ന ഒന്നും അന്ന് നിന്റെ ജീവിതത്തിൽ പ്രശ്നമെന്ന് പറയുന്നത് കാണാത്ത രീതിയിൽ, നിന്റെ ജീവിതം നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകും, മാറ്റം സംഭവിക്കും. അല്ല, ഇന്നും ഞാൻ കേട്ടു, പക്ഷെ ഞാൻ ചിലരെ ഏൽപ്പിച്ചു, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്ന് നീ ചിന്തിച്ചാൽ ഇറ്റ്സ് അപ് ടു യു. യു ക്യാൻ ഡിസൈഡ്. പക്ഷെ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ചോദ്യം വരും. അന്ന് പറയും, അന്ന് എന്റെ ഒരു ദാസൻ നിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ച ഈ വാക്കിന് നീ മറുപടി പറയേണ്ടി വരും. റിമെമ്പർ ഇറ്റ്, റിമെമ്പർ ഇറ്റ്. നിത്യത വളരെ സീരിയസ് ആ. നിത്യത കളിക്കാനുള്ള സാധനമല്ല. അന്ന് നീ അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ you will have to answer for the word that I have preached today. ഇന്ന് ഞാൻ നിന്നെ കേൾപ്പിച്ച, അന്ന് ഞാൻ നിനക്ക് മുന്നിൽ കൊണ്ടുവന്ന് തന്ന എന്റെ ദാസനിൽ കൂടെ ഞാൻ കേൾപ്പിച്ച വചനത്തിന് മറുപടി ചോദിക്കും. You have to give an answer, sir. Be very careful. എന്നാൽ ഇന്ന് തീരുമാനം എടുക്കുന്നവരോട് ഞാൻ പറയാം, you will definitely see through this. ഞാൻ ഒരു കാര്യം പറയാം, പ്രാർത്ഥിക്കാൻ ഇന്ന് ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടോ? തോമസുട്ടി ബ്രദറിന്റെ ജീവിതത്തിന്റെ ഉറപ്പിലല്ല പറയുന്നേ, ഞാൻ വിശ്വസിക്കുന്ന യേശുവിന്റെ ഉറപ്പിലാ പറയുന്നേ. എന്റെ ഒരു ഗുണത്തിലുള്ള വിശ്വസത്തിൽ അല്ല ഞാൻ ഈ പറയുന്നേ, എന്നെ വിളിച്ചവനിലുള്ള ഉറപ്പിലാ ഞാൻ ഈ പറയുന്നേ. പ്രാർത്ഥനയിൽ നീ ഇരിക്കാൻ തയ്യാറാണോ? യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നീ വളരാൻ തയ്യാറാണോ? ഈ ലോകത്തിലുള്ള ഒരു പ്രശ്നവും നിന്നെ മുക്കത്തില്ല, നിന്നെ മുക്കത്തില്ല, നിന്നെ മുക്കത്തില്ല. ഇന്ന് കാണുന്ന മുഴുവൻ കാര്യങ്ങളെ നീ ജയിക്കും. പക്ഷെ ജയം എവിടെ നിന്നാ വരുന്നതെന്നറിയാവോ? ഇവിടുന്നാ വരുന്നത്, ഉള്ളിൽ നിന്നാ വരുന്നത്. ഇന്ന് നിന്റെ ഉള്ളിൽ നിന്ന് ആ ജയത്തെ മുടക്കുന്ന ചിലതുണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. എപ്പോൾ പ്രവർത്തിക്കും? പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും, ദൈവസന്നിധിയിൽ ഇരിക്കുന്നവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇത് മാറുമ്പോൾ നീ ആള് മാറും മോനെ, നീ ആള് മാറും, നീ ആള് മാറും. എന്റെ ജീവിതമാണ് എന്റെ സാക്ഷ്യം, എന്റെ ജീവിതമാണ് എന്റെ ഉറപ്പ്. എന്റെ ജീവിതത്തിൽ യേശുവിന് അത് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് 100 അല്ല 200 അല്ല 1000% ഉറപ്പുണ്ട്. അവനെ വിശ്വസിച്ച് അവന്റെ കൂടെ ഇരിക്കുന്ന, അവനിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖവും ലജ്ജിച്ചു പോകത്തില്ല. പക്ഷെ ജീവിതത്തിന്റെ ചുമതല നീ ഏറ്റെടുക്കണം. പ്രാർത്ഥന വാടക ഗുണ്ടകയ്ക്ക് കൊടുക്കരുത്. Take responsibility for your life. Take responsibility for your children's life. നീ പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് പൗലോസ്ലീഹായാണ്. അവനെ കുറിച്ച് യേശു ആദ്യം പൊതുവിൽ പറഞ്ഞ വാക്യമാണ്, അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസേ, അവൻ പ്രാർത്ഥിക്കുന്നു. എന്റെ മകൻ പൗലൂസ്, അവൻ ഇരുന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ അവൻ എഴുതിയത്. ക്രിസ്തുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവന് ചെയ്യാൻ സാധിച്ചത്. ആർക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അറിയാവോ? പ്രാർത്ഥിക്കുന്നു. പത്രോസും അപ്പോസ്തലന്മാരും പറഞ്ഞു, മേശമേൽ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ വിളിക്കരുത്, ഞങ്ങളോ പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഗുണം എന്താണ്? യേശുവിന്റെ കൂടെ ബോട്ടിൽ പോയപ്പോൾ കാറി കൂവിയ പത്രോസ് അടുത്ത ദിവസം തലയെടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ 12 ചേവകർക്ക് ഇടയ്ക്ക് സുഖമായി കിടന്ന് ഉറങ്ങി. കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷകരോട് പറയാം, പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഒരു ഉയരമുണ്ട്, ചില ഉയരങ്ങളുണ്ട്. ആ പ്രാർത്ഥനയിൽ നീ ചില ഉയരങ്ങളിലേക്ക് എത്തിയാൽ ഈ ലോകത്തിലുള്ള ഒന്നിനും, ഈ ലോകത്തിലുള്ള ഒരു കാക്കയുടെ കൊത്തിനും നിന്നെ കൊത്താൻ സാധിക്കാത്ത ഒരു ഉയരമുണ്ട്. അത് എത്തണമെങ്കിൽ പ്രാർത്ഥിക്കണം. ലോകത്തിലുള്ള ഒരു മെസ്സേജിനും, ലോകത്തിലുള്ള ഒരു വാട്സാപ്പിനും, ലോകത്തിലുള്ള ഒരു റിപ്പോർട്ടിനും നിന്നെ തൊടാൻ സാധിക്കാത്ത ഒരു ലെവലുണ്ട്. അവിടെ കയറണം ദൈവ പൈതലേ. അവിടെ കയറാനുള്ള വഴിയാ പ്രാർത്ഥന. ചില കാര്യം നടക്കാതെ വരുമ്പോൾ എന്നാ സംഭവിക്കുമെന്നറിയാവോ? നീ തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ അവിടേക്ക് കയറും, നീ അവിടേക്ക് കയറും, നീ അവിടേക്ക് കയറും, നീ അവിടേക്ക് കയറും. വിശക്കാനുള്ള സമയത്ത് ആഹാരം ഉണ്ടാക്കുന്ന ആ ഗ്യാപ്പിൽ പോയി വെൺമാടത്തിൽ പത്രോസ് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്നത് കണ്ടു. ഉയരങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നത് ആ പ്രാർത്ഥന.
ഉയരങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതാ പ്രാർത്ഥന. ആ സ്ഥലത്ത് ലോകത്തിലെ ഒരു പ്രശ്നത്തിനും നിന്നെ തൊടാൻ പറ്റത്തില്ല. മരച്ചിരിക്കും, മരച്ചിരിക്കും, മരച്ചിരിക്കും. തൊടാൻ പറ്റത്തില്ല. കാക്കയ്ക്ക് ഒരു ലെവലിൽ കൂടുതൽ കൊത്താൻ പറ്റത്തില്ല. കൊത്തുന്ന കാക്ക ശ്വാസം വലിക്കാൻ പറ്റത്തില്ല. ഒരു ലെവലുണ്ട്, അതിന്റെ അപ്പുറം സാമ്പത്തിക പ്രശ്നത്തിന് നിന്നെ പിടിക്കാൻ പറ്റത്തില്ല. ഒരു ലെവലുണ്ട്, അതിന്റെ രോഗത്തിന് നിന്നെ പിടിക്കാൻ പറ്റത്തില്ല. ഒരു ലെവലുണ്ട്, ഈ ലോകത്തിലുള്ള ഒരു പ്രശ്നത്തിനും നിന്നെ പിടിക്കാൻ പറ്റാത്ത ലെവല്. ആ ലെവലിലേക്ക് ഉയരാനായിട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സഭയെ വിളിക്കുക. Come on, എന്റെ കൂടെ ചേർന്ന് എത്ര പേര് തീരുമാനിക്കും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനമെടുത്ത്? കുറച്ച് ദിവസങ്ങളിലേക്കല്ല, എല്ലാ ദിവസവും. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, 1 മണിക്കൂറെങ്കിലും എന്റെ കൂടെ നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ലെന്ന്. ഇന്ന് അതേ വാക്ക് ഞാൻ സഭയോട് വെക്കട്ടെ. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും യേശുവിന്റെ കൂടെ ഇരിക്കാൻ ഒരു തീരുമാനം എടുക്കാവോ? ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി പറയാം, ദൈവദാസനായ ഒരു ഗ്യാരണ്ടി പറയാം. 5 വർഷം ഇന്ന് തുടങ്ങി 1 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും കതകടച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാണോ? ഞാൻ ഒരു കാര്യം പറയാം, 5 വർഷം കഴിയുമ്പോൾ നീ തിരിഞ്ഞു നോക്കിയാൽ നിന്റെ ജീവിതത്തിന്റെ മാറ്റം നീ പോലും അതിശയിക്കും. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, 1 മണിക്കൂറാണ് ചോദിക്കുന്നത്. 1 മണിക്കൂർ. യേശു ചോദിച്ചു, എന്റെ കൂടെ 1 മണിക്കൂർ നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ലേ? 1 മണിക്കൂർ ഉണർന്ന് 1 മണിക്കൂർ ഫോണില്ലാതെ കതകടച്ചിട്ട് അവന്റെ കൂടെ ഒന്ന് ഇരുന്ന് നോക്കിയേ. ദൈവദാസനായി ഞാൻ നിങ്ങളോട് പറയാം, രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവ് പരസ്യത്തിൽ നിന്നെ മാനിക്കും. പരസ്യത്തിൽ നിന്നെ മാനിക്കും. പരസ്യത്തിൽ നിന്നെ മാനിക്കും. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്റെ കൈ പിടിച്ചിട്ട് പറയും, ബ്രദറെ, അന്ന് ബ്രദർ പറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. ഏറ്റെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കും. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നമ്മൾ എനിക്ക് വേണ്ടി കൈ ഉയർത്തരുത്, എനിക്ക് വേണ്ടി കൈ ഉയർത്തരുത്. ഇന്ന് കേട്ട വചനം എന്നോടാണ്. ഞാൻ ഇന്നൊരു തീരുമാനം എടുക്കുക. ജീവിതത്തിൽ തീരുമാനം വേണം സഹോദരങ്ങളെ. കിട്ടുന്ന കാര്യത്തിന് മാത്രം ഐ റിസീവ് പറഞ്ഞാൽ പോരാ. ജീവിതത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞത് ഒരു തീരുമാനമായി എടുക്കാൻ പറ്റുന്നവർ മാത്രം കൈ ഉയർത്ത്. ഒരു ദിവസം 1 മണിക്കൂർ ഇന്ന് തുടങ്ങി. ഒരു ദിവസം 1 മണിക്കൂർ എങ്കിലും യേശുവിന്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കും, പ്രാർത്ഥിക്കും, വചനം വായിക്കും. ആ 1 മണിക്കൂറിൽ ഇച്ചിരി നേരം വചനവും കൂടെ വായിക്കും. 1 മണിക്കൂർ എങ്കിലും ആരുടെയും ശല്യം കൂടാതെ ഞാൻ കതകടച്ചിട്ട് ഞാൻ തന്നെ യേശുവിന്റെ കൂടെ ഇരിക്കും. ഫോൺ കൂടെ കാണരുത്. ആ 1 മണിക്കൂറിൽ ആരും ചാകാൻ പോകുന്നില്ല, നീ ചാകത്തില്ല. മാറ്റിവെക്കും ഫോൺ. ആ 1 മണിക്കൂർ ഇന്ന് തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക ബ്രദർ എന്ന് പറയുന്നവർ മാത്രം കൈ ഉയർത്തുക. എനിക്ക് വേണ്ടി കൈ ഉയർത്തണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. And make a decision. അടുത്ത 5 വർഷങ്ങൾ ഞാൻ ഈ 1 മണിക്കൂർ എല്ലാ ദിവസവും, അത് വെയിലാണേലും മഴയാണേലും, എന്റെ ജീവിതത്തിൽ ചിലത് സംഭവിച്ചാലും സംഭവിച്ചില്ലേലും, എന്റെ ജീവിതത്തിൽ ചിലത് കിട്ടിയാലും കിട്ടിയില്ലേലും, ഞാൻ യേശുവിന്റെ കൂടെ പ്രാർത്ഥിക്കും. ഞാൻ യേശുവിന്റെ സന്നിധിയിൽ ഇരിക്കും എന്ന് പറയുന്നവർ മാത്രം. ഇതൊരു തീരുമാനമെടുക്കുന്നവന്റെ കൂടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് ജീവിതം ഈ അവസ്ഥയിലാകാനുള്ളത് കാരണം ഇന്നലകളിൽ എടുത്ത തീരുമാനമാണ്. നാളെ ജീവിതം മാറണമോ? ഇന്നലകളിൽ നീ എടുക്കാത്ത ചില തീരുമാനങ്ങൾ ഇന്ന് നീ എടുത്താൽ, ഇന്ന് നീ കാണാത്ത ചില നന്മകൾ നാളെ നിന്റെ ജീവിതത്തിൽ കാണും. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ മാത്രം 1 മണിക്കൂറെങ്കിലും ഞാൻ യേശുവിന്റെ കൂടെ ഓരോ ദിവസവും സ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നവർ കൈ ഉയർത്തി പിടിച്ചോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഈ കരങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്റെ മുന്നിലല്ല, അങ്ങയുടെ മുന്നിലാണ്. 1 മണിക്കൂറെങ്കിലും ഓരോ ദിവസവും അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കാൻ അവരുടെ ഉള്ളിൽ ഇന്ന് പ്രചോദനം നൽകിയത് പരിശുദ്ധാത്മാവേ, അങ്ങ് അവരോട് സംസാരിച്ചത്, അങ്ങയുടെ വചനമാണ് എന്നിൽ കൂടെ പോയത്, അങ്ങയുടെ അഭിഷേകമാണ് അവരെ തൊട്ടിരിക്കുന്നത്. അവര് അങ്ങയുടെ മുന്നിൽ ആ കരം ഉയർത്തിയിരിക്കുന്നത്. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുക, ഇന്ന് കേട്ടതുപോലെ മടുത്തു പോകാതെ ഓരോ ദിവസവും 1 മണിക്കൂറെങ്കിലും അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കാൻ അവരെടുക്കുന്ന തീരുമാനത്തെ പരിശുദ്ധാത്മാവേ അങ്ങ് മാനിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ജീവിതങ്ങൾ മാറുന്നത്. തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ സ്വർഗവും നരകവും പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ
ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഇത്രയും പേര് കരമുയർത്തി അങ്ങയുടെ സന്നിധിയിൽ 1 മണിക്കൂറെങ്കിലും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വർഗം അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രാർത്ഥനയുടെ ആത്മാവ് സഭയുടെ മേളിൽ ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിക്കാൻ എടുക്കുന്ന അവരുടെ ആഗ്രഹം, അവരുടെ തീരുമാനം, അതിൽ നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴുക് ഉയരെ പറക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ ഉയരെ പറക്കുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നിൽ കൂടെ നീ എന്തെല്ലാം വിളിച്ചു പറഞ്ഞു, ഇന്ന് എന്നിൽ കൂടെ അവരോട് എന്തെല്ലാം നീ സംസാരിച്ചു, ആ ജീവിതങ്ങളുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആത്മാവിന്റെ ഒരു പകർച്ച ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവരുടെ പ്രാർത്ഥനാ ജീവിതം ഇരുന്നെഴുന്നേൽക്കുന്നത് പോലെ ഇന്ന് പകൽ തുടങ്ങി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കണ്ണിപ്പിക്കുന്ന, പ്രാർത്ഥനയെ തടസ്സം ചെയ്യുന്ന എല്ലാ ദുഷ്ടന്റെ പ്രവർത്തനങ്ങളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകാൻ ഞാൻ കൽപ്പിക്കുക. പ്രാർത്ഥിപ്പിക്കാൻ മടുപ്പിക്കുന്ന, പ്രാർത്ഥനയിൽ നിന്ന് പിൻവലിപ്പിക്കുന്ന, പ്രാർത്ഥിക്കാൻ തടസ്സമാക്കുന്ന എല്ലാ ദുഷ്ടന്റെ പ്രവർത്തനങ്ങളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകാൻ ഞാൻ കൽപ്പിക്കുക. പ്രാർത്ഥനയുടെ ആത്മാവ് ഉള്ളിൽ വ്യാപരിക്കട്ടെ, പ്രാർത്ഥനയുടെ ആത്മാവ് ഉള്ളിൽ വ്യാപരിക്കട്ടെ, പ്രാർത്ഥനയുടെ ആത്മാവ് ഉള്ളിൽ വ്യാപരിക്കട്ടെ. വലിയ വേഗം ചെയ്യുന്നതിനാണ് സ്തോത്രം. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുക. നീ എന്നോട് പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞു. ഈ 5 വർഷം ഒരു ദിവസം പോലും മുടക്കാതെ എല്ലാ ദിവസവും അങ്ങയുടെ സന്നിധിയിൽ 1 മണിക്കൂറെങ്കിലും മുടങ്ങാതെ ഇരിക്കുമ്പോൾ നീ എന്നോട് പറഞ്ഞതാ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതം ഇരുന്നെഴുന്നേൽക്കുന്നത് പോലെ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറുമെന്ന് എനിക്കറിയാമപ്പ. അത് നടക്കുമ്പോൾ എനിക്കറിയാം അവരുടെ ജീവിതം അവർക്ക് മാത്രമല്ല അനേകർക്ക് അനുഗ്രഹമായി തീരുമെന്ന്. ഇന്ന് പകൽ മിഷനറികൾ എഴുന്നേൽക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് പകൽ അപ്പോസ്തോലന്മാർ എഴുന്നേൽക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് പകൽ ഈ സഭയിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് പകൽ ഈ സഭയിൽ നിന്ന് ഉപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് പകൽ ഈ സഭയിൽ നിന്ന് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ശുശ്രൂഷകർ എഴുന്നേൽക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് പകൽ ഈ സഭയിൽ നിന്ന് നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ നിറയ്ക്കുന്ന ചില ധനവാന്മാരായ ശുശ്രൂഷകർ എഴുന്നേറ്റ് വരുന്നതിനാൽ സ്തോത്രം. ആ കൈ ഉയർത്തിയിരിക്കുന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് റോബേന ശന്ത്രോ റേഖാനമന സന്ത്രോ റോബാലന ശന്ത്രേ ദിനമന ശന്ത്രോ ഹോൽബെരെ റേഖോനമ സന്ത്രേ ഓർത്തേനമ ശന്ത്രേ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഉപദേഷ്ടക്കന്മാരെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില ഇടയന്മാരെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സുവിശേഷകരെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് മാതൃകയുള്ള അപ്പന്മാരെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് മാതൃകയുള്ള അമ്മമാരെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് മാതൃകയുള്ള കുടുംബ ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് മാതൃകയുള്ള യുവജനങ്ങളെ എഴുന്നേൽപ്പിക്കുക. Thank you, Father. Thank you, Father. Thank you, Father. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഓരോ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളുടെ മേളിലും അങ്ങയുടെ കരം നീട്ടിയിരിക്കുക. സ്തോത്രം. നിന്റെ സന്നിധിയിൽ ഇരിക്കാൻ എടുക്കുന്ന ഒറ്റ തീരുമാനം മതിയല്ലോ അവരുടെ ജീവിതത്തിലെ തലയിലെ ഒരു രോമം പോലും വീഴാതെ നീ കാക്കുമെന്ന് എനിക്കറിയാം. നീ അറിയാതെ അവരുടെ തലയിൽ നിന്ന് ഒരു രോമം പോലും വീഴത്തില്ലെന്ന് എനിക്കറിയാം. എല്ലാ കാര്യങ്ങളിലും I pray that you will see them through. ഏത് കാറ്റിലും ഏത് പ്രതിസന്ധിയിലും അവരെ അങ്ങനെ നടത്തുന്നതിനാൽ സ്തോത്രം. കാൽപാദത്തിൽ വ്രണമുള്ള
ഒരു വ്യക്തിയെ ഇന്ന് പകൽ വീണ്ടും വീണ്ടും അവിടെ പൊട്ടി വ്രണമാകുന്നു. ഇന്ന് പകൽ റിസീവ് യുവർ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ആ കാലുകളിൽ വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. റിസീവ് യുവർ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് പകൽ പിതാവേ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനാൽ സ്തോത്രം. ബന്ധനസ്ഥരെ അങ്ങ് വിടുവിക്കുന്നതിനാൽ സ്തോത്രം. കുരുട്ട് കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. നടക്കാൻ മേലാത്തവർ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. മരിച്ച അവസ്ഥയിലുള്ള എല്ലാം യേശുവിന്റെ നാമത്തിൽ ജീവൻ വെക്കട്ടെ. വലിയ വാങ്ങുന്ന ചെയ്യുന്നതിനാൽ നന്ദി. മഹത്വം അങ്ങേ കരേറ്റുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ.